അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നമ്മുടെ 220യുടെ ഷോക്ക് പൊക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ 220യുടെ ഷോക്ക് ഇത്തിരി പൊക്കി ഇതാക്കി വെക്കാൻ പോകണം. ഇപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ ക്രിക്കറ്റ് ബാറ്റ് വെച്ചൊന്ന് പൊക്കി വെച്ചിരിക്കുകയാണ്. ഷോക്ക് രണ്ടും ലൈറ്റ് കൊണ്ടുപോയി 2 കട്ട പണിയിപ്പിച്ചെടുത്താണ്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണത്തിന് ഏതാണ്ട് 2000 രൂപയുടെ മേളിൽ വരും, ഒരു സൈഡിലെ മാത്രം. അപ്പം നമ്മൾ ആദ്യം ഷോക്ക് രണ്ടും ഇവിടെ നൂറി ടീ സ്റ്റെമ്പിൽ നിന്ന് ആദ്യം രണ്ടും ഈ നട്ടും നമ്മൾ ഊരി അത് ലൂസാക്കി കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ എല്ലാം ഉപയോഗിച്ച് ഇതും അപ്പുറത്ത് അതേപോലെ തന്നെ ഇവിടെ നട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ലൂസാക്കി കഴിഞ്ഞ് നമ്മുടെ ഷോക്ക് ഊരിപ്പോരും. ഷോക്ക് ഊരി കഴിഞ്ഞ് ഞാൻ അതേ ഷോക്കിൽ നിന്ന് ഞാൻ കാലിബറൊന്നും ഞാൻ ഊരി മാറ്റിയില്ല. ലൈറ്റ് കൊടുത്ത കാരണം അവിടെ ഇവിടെയൊക്കെ മൊത്തം ഓയിലാണ്. ഇതിനകത്തുനിന്ന് ഉള്ള ഓയിൽ അവർ ഊരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി അവർ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയത് ഈ സാധനമാണ് സംഭവം. നമ്മൾ 2 ഇഞ്ചിൻ്റെ ഇതാണ് പണിയിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് 2 ഇഞ്ചാണ് ഈ സാധനം. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടിരിക്കുന്നതാണ്. ഈ 2 ഇഞ്ചിൻ്റെ ഇത് പൊക്കി. ഇത് നമ്മുടെ അപ്പുറത്തെ റൈറ്റ് ഷോക്കാണ്. അതിൻ്റെ നമ്മൾ 2 ഇഞ്ച് പൊക്കിയിട്ടുണ്ട്. ഇത് നമ്മളെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓൾറെഡി എൻ്റെ ബ്രേക്കിൻ്റെ കാലിബറിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പും ഹോസ് പൈപ്പും കാര്യങ്ങളെല്ലാം വേറെയാണ്. അതുകൊണ്ട് നമുക്ക് സീ മരത്തിലെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഗൈസ് ഷോക്ക് 2 ഞാൻ കയറ്റി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളപ്പോഴത്തേക്ക് മഡ് ഗാർഡ് സെറ്റ് ചെയ്യുവാണ്. മഡ് ഗാർഡ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത് ഈ ഒരു ക്ലാമ്പുണ്ട്. ഇത് മെറ്റൽ ക്ലാമ്പാണ്. ഈ ക്ലാമ്പ് വെച്ചിട്ട് വേണം അകത്ത് മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യാൻ. അപ്പം നമ്മുടെ ഈ 2 നട്ട് ഞാൻ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 നട്ട് നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒറ്റ കയ്യിൽ വേറെ ആരും വീഡിയോ എടുത്ത് തരാനില്ലാത്ത കാരണം ഉള്ള പ്രശ്നമാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് ഓഫാക്കിയിട്ട് വെക്കുന്നത്. ഇവിടെ ട്രൈപ്പോഡോ അങ്ങനൊന്നും ഇല്ല. അപ്പം ഓഫാക്കിയിട്ട് പിന്നെ എടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. അപ്പം ഇതൊന്നും മാറ്റിക്കഴിഞ്ഞ് നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഷോക്ക് നോക്കിയിരിക്കുകയാണ്. എന്തായാലും ഷോറൂമിൽ കൊടുത്ത ഷോക്കിനകത്ത് ഓയിൽ സീലും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റണം എന്തായാലും. കാരണം ലോങ് പോകുന്ന കാരണം ഓയിൽ സീലൊന്ന് മാറ്റണം. ചെറിയ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സെൻട്രൽ സ്റ്റാൻഡ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ 2 വീലും ഒരേപോലെ മുട്ടി നിൽക്കും. കണ്ട ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ മൊത്തം അഴുക്കാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാഷ് പേര് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വന്ന് നിൽക്കും. ഇങ്ങനെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇത്ര ഹൈറ്റിൽ വന്നു വേണം എനിക്ക് അതിനകത്ത് കിടന്ന് ഒരു രീതിയിൽ പോകുന്നൊരു ഇതിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ മെയിനായിട്ട് നമ്മൾ ചെയ്ത സാധനം. അത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് പെയിൻറ്റ് ഇത്തിരി ഇതിനകത്തായതാണ്. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ആദ്യം ഇവിടെ ടൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. ഈ 2 നട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഓഫ് റോഡും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വണ്ടി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പം ഞാനിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹിപ്പ് വരെ ഹൈറ്റുണ്ട്. വണ്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡർ വരെ ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഷോൾഡർ ഇതാണ്. ഇപ്പോൾ ഷോൾഡർ ഇത് ഏകദേശം ഈ ഒരു ഹൈറ്റ് വരെ വരുന്നുണ്ട് വണ്ടി. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ കുറേ പേര് ഹാൻഡിൽ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് വേറെ നല്ല സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഈ ടീ ബാർ കണ്ട ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഹോൾ നൈസായിട്ട് കറക്റ്റ് ഇതിൽ ഇൻസ്റ്റാൾ ഒറ്റ സെക്കൻഡ് ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഈ സാധനം വേണ്ട. ഇതാണ് ഇതിനകത്ത് ഓൾറെഡി നേരത്തെ വരുന്ന ഹാൻഡിലിൻ്റെ സാധനം. അത് ഇവിടുന്ന് ഇതെങ്ങനെയായിരുന്നു വേണ്ട. അത് ഇവിടുന്ന് ഇങ്ങനെ വരും. ഈ ഷോക്ക് ഇത്തിരി വന്നിട്ട് ഈ ഷോക്കിൻ്റെ ഈ ഭാഗം ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഈ 2 ഹോൾ കണ്ടോ, ഈ 2 ഹോളിലാണ് ഇത് ഇങ്ങനെ വരുന്നത്.
എന്നിട്ട് ഇവിടെ നിന്നാണ് ഹാൻഡിൽ ബാർ പോകുന്നത്, മനസ്സിലായി? നമ്മളത് ഊരി മാറ്റിയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട്, പക്ഷെ ഡയറക്റ്റ് ഇവിടെ 2 സ്ഥലത്തായിട്ട് ഡയറക്റ്റ് 2 ഹോള്. അത് കറക്റ്റ് നിങ്ങൾ ലെയ്ത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർ നൈസായിട്ട് അളന്ന് കറക്റ്റായിട്ട് ചെയ്ത് തരും. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ പാഷൻ പ്രോ ഇല്ല, പാഷൻ പ്രോയുടെ അല്ലെങ്കിൽ ഡൊമിനാറിൻ്റെ ആയാലും കുഴപ്പമില്ല, ഡൊമിനാറാണെങ്കിൽ കറക്റ്റായിരിക്കും. ഇതും കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. പാഷൻ പ്രോയുടെ ഈ 2 ഹാൻഡിലിൻ്റെ ഈ 2 ഹുക്ക് മേടിക്കുക. അതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ കിട്ടും. നമ്മൾ ക്രിക്കറ്റിൽ അവിടെ ഇവിടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനം കിട്ടും. അത് 2 മേടിക്കുക. 2 വാഷർ മേടിക്കുക. ഈ 2 വാഷർ ഇട്ടു, അടിയിലും ടൈറ്റ് ചെയ്തു. അടിയിലൊരു നട്ട് പോലെ ഇങ്ങനെ ഡയറക്റ്റ് ഇതിൻ്റെ നട്ട് പോലെ വരും, അവിടെയും ടൈറ്റ് ചെയ്തു, ഇവിടെയും ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 ടൈറ്റ് ചെയ്തു നേരെ ഹാൻഡിൽ പിടിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഹാൻഡിൽ പൊക്കി കഴിയുമ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് ഹാൻഡിൽ പൊങ്ങും. ഹാൻഡിൽ പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 നമുക്ക് ക്ലച്ച് കേബിൾ മാറ്റേണ്ടി വരും, 2 നമ്മുടെ ബ്രേക്ക് ഹോസ് പൈപ്പ് ഇത് മാറ്റേണ്ടി വരും. അതും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഇപ്പം ക്ലച്ച് കേബിൾ എന്തായാലും നമുക്ക്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന അവഞ്ചറിൻ്റെ ആണ്, അതിൻ്റേതായിട്ടുള്ള ഗിയറിന് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് ചിലപ്പോൾ ചില സമയത്ത് വീഴത്തില്ല. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതുണ്ടോ? കാരണം ക്ലച്ച് കേബിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ വരേണ്ടതാണ്. ഇതിപ്പോൾ ഇത്രയും ലൂസാണ്, അതാണ് വേറൊരു പ്രശ്നം, അതേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് വീലിലേക്കുള്ള ഈ ഹോസ് പൈപ്പിൻ്റെ ഈ സംഭവം, അതിന് നീളം വെക്കണം. അപ്പം അതിന് നല്ല ഹോസ് പൈപ്പ് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് തോന്നുന്നു എക്സ്പൾസിൻ്റെയും അതിൻ്റെയൊക്കെ ഓക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ വെച്ചത് സെക്കൻഡ് നോക്കിയാണ് എടുത്തത്, നല്ല ഹോസ് പൈപ്പ് നോക്കിയെടുത്തത്. പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ ഈ കേബിളിന് ഒരു പ്രശ്നവും വരത്തില്ല. ഇതിന് ഇനിയും വേണേൽ കൂട്ടാം, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇനിയും വേണേൽ കൂട്ടാം. അപ്പം അത്രേ ഉള്ളൂ. ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം എനിക്കിത് ഇതും കൂടി ഇടാനുണ്ട്, കൈയൊക്കെ കഴുക്കാൻ. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് ഈ മാസം 25-ാം തീയതി നമ്മൾ പോകുന്നതായിരിക്കും. ഇപ്പോൾ 25-ാം തീയതി പോയി കഴിഞ്ഞിട്ട് നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാഡിൽ ബാഗിന് സ്ട്രാപ്പിന് നീളം കുറവാണ്. അപ്പം കാരണം ഇത് ഇത്തിരി ലോങ് ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ടത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഇത്തിരി ലോങ് ഉണ്ട്, ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ വരത്തുള്ളൂ. അപ്പോൾ അത് മടങ്ങി വരത്തില്ല. അപ്പോൾ സ്ട്രാപ്പിന് നമുക്ക് നീളം കൂട്ടണം, അത് ചെയ്യണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പോയിട്ട് നല്ല കാര്യങ്ങളും സെറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമ്മൾ മിക്ക ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ റേഞ്ച് കിട്ടുമെന്നുള്ള കാര്യം അറിയത്തില്ല. റേഞ്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും. നമ്മുടെ കയ്യിൽ ലാപ്പോ സാധനങ്ങളൊന്നും ഇല്ല. ഞാനിപ്പം ഈ എടുത്തിരിക്കുന്ന ഈ ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളും മല്ലു ട്രാവലർ അങ്ങനെയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക. അപ്പം ഓൾ ഇന്ത്യ റൈഡ് പോയി കഴിയുമ്പോഴത്തേക്ക് ഓരോ സ്ഥലവും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.